വാഴ 2 അങ്ങനെ സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. FDFS ആണ് കണ്ടത്. രാത്രി എങ്ങനെ പോയൊക്കെ കാണാമെന്ന് വിചാരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. പക്ഷെ എന്തോ ഫസ്റ്റ് ഡേ തന്നെ കാണണം, ഫസ്റ്റ് ഷോ തന്നെ കാണണം എന്നുള്ളൊരു മൈൻഡിൽ ഫസ്റ്റ് ഷോ തന്നെ പോയി കണ്ടു. നമ്മുടെ നിങ്ങൾക്കറിയാം നമ്മുടെ ഹാഷിർ ടീം, ഹാഷിർ, അലൻ, അജിൻ, പിന്നെ നമ്മുടെ വിനായക്, പിന്നെ അല്ലമീൻ ടീം, പിന്നെ സാബിർ ടീം, അങ്ങനെ നമ്മുടെ റീൽസിൽ നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന, അത്രയും നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ പയ്യന്മാരും ചേർന്നിട്ടുള്ളൊരു മൂവിയാണ്. ഡയറക്റ്റ് ആയിട്ടുള്ള സാവിൻ സാ എന്ന് പറയുന്ന പുള്ളിയാണ്. പിന്നെ റൈറ്റ് ചെയ്തിരിക്കുന്ന വിപിൻ ദാസ്, ആ പുള്ളിക്കാരൻ പ്രൊഡ്യൂസറും കൂടെയാണ്. വിപിൻ ദാസ് നമ്മുടെ ഗുരുവായൂർ അമ്പലനടൻ സിനിമയൊക്കെ ഡയറക്റ്റ് ചെയ്ത പുള്ളിയാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബാക്കി കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ ബിജുക്കുട്ടനുണ്ട്. അങ്ങനെ ഒരുപാട് കുറച്ച് കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള കൂടുതലായിട്ട് നമ്മുടെ പയ്യന്മാർ, നമ്മുടെ ഹാഷിറൻ ടീംസാണ് സിനിമയിലുള്ളത്. പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഭീര പടം എന്ന് പറഞ്ഞാൽ അടിപൊളി പടം. ഞാൻ അത്ര എൻജോയ് ചെയ്ത് മൂവി കണ്ടു. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റിൻ്റെ മേലെ നിൽക്കും. ഇമോഷണൽ കണക്റ്റ് ആണെങ്കിൽ ഇമോഷണൽ കണക്റ്റ്. ഒരു ഫസ്റ്റ് ഹാഫൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല അഡ്രിനാലിൻ റഷാണ് പടം. പക്ക അഡ്രിനാലിൻ റഷാണ്. അത്രയും നമ്മൾ എന്താ പറയുക, കാണുമ്പോൾ തന്നെ അടിക്കടാ അല്ലെങ്കിൽ അടിച്ച് പൊട്ടിക്കട എന്ന് പറയുന്ന ഒരു ടൈപ്പ് നമുക്കൊരു ഫീൽ ചെയ്യുമല്ലോ. ആ ടൈപ്പാണ് ആ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്ക് ആ സിനിമയിലെ ഫുൾ ആ ഒരു മ്യൂസിക് വർക്കാണെങ്കിലും അതിൻ്റെ ഒരു ക്വാളിറ്റി ആണെങ്കിലും എങ്ങനെ നോക്കിയാലും ഫസ്റ്റിനേക്കാൾ അപ്പുറമായിട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം അത്രയും ഫസ്റ്റിനേക്കാൾ നല്ല ക്വാളിറ്റിയും ആ ഫൈറ്റ് സീൻസൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അത്രയും കിഡിലിനായിട്ടാണ് ആ ഫൈറ്റ് സീൻസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മ്യൂസിക് അതെല്ലാം അടിപൊളിയായിരുന്നു. അത്രയും ഗംഭീരമായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റിനേക്കാളും ഒരുപടി മുകളിൽ തന്നെയാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത്. കാരണം ഫസ്റ്റൊക്കെ നമുക്ക് അത്രയും ഒരു എന്താ പറയുക, ഒരു അഡ്രിനാലിൻ റഷ് ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു എന്താ പറയുക, നമുക്ക് നമ്മളെ മൈൻഡിൽ തന്നെ ഒരു ഫീൽ തോന്നുമല്ലോ, അതെല്ലാം അതിൻ്റെ അകത്തുണ്ട്. പക്ക സിനിമ ആ ഫസ്റ്റ് പോലെ നമുക്ക് അതുപോലെ ഒന്നും ഫീൽ ചെയ്യുമെന്നല്ല. പക്ഷേ ആ ഫസ്റ്റിൻ്റെ കഥ നമുക്കറിയാമല്ലോ. ഒരു എന്താ പറയുക, ബില്യൻസ് ഓഫ് ബോയ്സ് അങ്ങനത്തെ കുറച്ച് മിഡിൽ ക്ലാസ് പയ്യന്മാർ, നമ്മുടെ ഏജിലുള്ള കുറച്ച് പയ്യന്മാരെയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനത്തെ പയ്യന്മാരുടെ ആ ഒരു പയ്യന്മാരുടെ ലൈഫ് സ്റ്റൈലും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും അവരെ കുറേ ഇഷ്യൂസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമ പറയുന്നത്. സെക്കൻഡിലും അതുപോലെ തന്നെയാണ് പറഞ്ഞു പോകുന്നത്. അങ്ങനത്തെ ഒരു സ്റ്റോറി തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് ഫുള്ള് നല്ല എൻഗേജിങ് ആയിട്ട് അത്രയും ഫണ്ണ്, ഒരുപാട് കോമഡി ഉണ്ട്, നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കോമഡി. നമ്മളെ റീൽസിലൊക്കെ ചെയ്യുന്ന ഈ ആഷറും കാര്യങ്ങളും റീൽസിലൊക്കെ എന്താണ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു വേറെ ലെവലിൽ സിനിമയ്ക്കകത്ത് ചെയ്യുന്നുണ്ട്. അത്രയും കിട്ടില്ലായിട്ട് അതുപോലത്തെ കുറേ സാധനങ്ങൾ, കുറേ റെഫറൻസും കാര്യങ്ങളും, ഫസ്റ്റിൻ്റെ കുറച്ച് റെഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ സാധനങ്ങൾ സിനിമയ്ക്കകത്തുണ്ട്. പിന്നെ അൽഫോൺസ് പുത്രനൊക്കെ അടിപൊളിയായിരുന്നു സിനിമയ്ക്കകത്ത്. സെറ്റായിരുന്നു, കിടിലൻ ക്യാരക്ടറായിരുന്നു പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു പോലീസുകാരനായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ അജു വർഗീസ്, പിന്നെ നമ്മുടെ വിജയ് ബാബു ഒക്കെ അടിപൊളിയായിരുന്നു. സത്യം വിജയ് ബാബുവിൻ്റെ ക്യാരക്ടറൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ ട്രെയിലറിൽ കണ്ട് പ്രതീക്ഷ പോലത്തെ ക്യാരക്ടറേ അല്ല വിജയ് ബാബുവിൻ്റെ സിനിമയ്ക്കകത്തുണ്ടായിരുന്നത്. അത്രയും കിടിലൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ അജു വർഗീസ് നല്ലൊരു കിടിലം, ഒരു കുറച്ചേ ഉള്ളൂ പക്ഷെ എന്നാൽ പോലും അടിപൊളി ക്യാരക്ടറായിരുന്നു. പിന്നെ ബിജുക്കുട്ടനൊക്കെ നല്ലൊരു എന്താ പറയുക, ഒരു ഫാദർ, അടിപൊളിയായിട്ടുള്ളൊരു എന്താ പറയുക സപ്പോർട്ടീവ് ഫാദർ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. പക്ഷേ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ സെക്കൻഡ് ഹാഫ് ഒരു മുക്കാൽ ഭാഗം സെൻറ്റിമെൻറ്റ്സ് ആണ് സിനിമയ്ക്കകത്ത്. പക്ഷെ നല്ല രീതിക്ക് കണക്റ്റായി, നല്ല രീതിക്ക് ഇതെല്ലാം കാരണം നമുക്ക് കണക്റ്റ് ആവും. ആ ഒരു സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളും നമുക്ക് കണക്റ്റ് ആവും. ആ രീതിക്കാണ് ആ സിനിമ ചെയ്തിട്ടുള്ളത്. ഹാഷിർക്ക് എന്താ ആക്ടിങ്, ഹാഷിർ ടീം എല്ലാവരും, ഇപ്പം അലനായാലും എല്ലാവരും എന്താ കിടില ആക്ടിങ്. അവർ നമ്മൾ കോമഡി ചെയ്തല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ, അത്രയും നമ്മളെ ചിരിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. പക്ഷേ ഇത്രയും സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഇത്രയും കിടിലം, ഇത്ര ഈസി ആയിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് സിനിമയ്ക്കകത്ത്. ഒരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ട് ചെയ്യുന്നില്ല, അത്ര ഈസി ആയിട്ട് ആ സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സിനിമയിൽ ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാൻ. എനിക്ക് സത്യം പറഞ്ഞാൽ റീൽസിനെ ഇപ്പോൾ കണ്ടേം കാട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കണ്ടന്റ് ക്രിയേറ്ററാണ് ഹാഷിർ ടീം. പക്ഷേ ഈ റീൽസിൽ കണ്ടതിനും കാട്ടി അതിനേക്കാളും ഏറെ ഇഷ്ടം എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നി. പുള്ളിക്കാരൻ അവരെ ടീമിൻ്റെ അടുത്താണെങ്കിലും അജിംബ്രോയൊക്കെ അടിപൊളിയായിരുന്നു സിനിമയ്ക്കകത്ത്. നല്ലൊരു കിടിലം ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത്. അവരെ നാല് പേരെ ഗ്യാങ് തന്നെയാണ് മെയിനായിട്ട്. പിന്നെ അല്ലമീൻ ഗ്യാങ് ഉണ്ട്. അങ്ങനെ അവരുടെ കുറച്ച് കോമഡീസാണ്. ഫൈറ്റൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്, കിഡിലായിട്ട് കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട് ഫൈറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ ഇമോഷൻ കുറച്ച് കൂടുതലാണ് സെക്കൻഡ് ഹാഫ് ഫുള്ള്. ഫസ്റ്റ് ഹാഫിലാണെങ്കിലും കുറേ ഇമോഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ മറ്റേല് വാഴയിലാണെങ്കിൽ ഫസ്റ്റിൽ അങ്ങനെ അധികം വലിയ ഇമോഷൻ ഫസ്റ്റ് ഹാഫിൻ്റെ അകത്തില്ല. സെക്കൻഡ് ഹാഫാണ് കൊണ്ട് നമ്മൾ അത്രയും കരയിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഹാഫിലും കുറച്ച് ഇമോഷൻസ് കുറച്ച് വരുന്നുണ്ട്. പക്ഷെ സെക്കൻഡ് ഹാഫ് ഒരു മുക്കാൽ ഭാഗവും ഇമോഷൻസ് ആണ്. പക്ഷേ ഇമോഷൻ നമ്മൾ കണക്റ്റ് ആവുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ കണ്ടിരിക്കും എന്തായാലും. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ എന്തായാലും പോയി തിയേറ്ററിൽ പോയി കാണണം. അത്രയും കിടിലൻ പടമാണ്, സൂപ്പർ പടം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
എനിക്ക് സത്യം പറഞ്ഞാൽ പല കാര്യങ്ങളിലും ഇപ്പോൾ മ്യൂസിക് വർക്കൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. അങ്കിത് എന്നോ അങ്ങനെ പറയുന്നൊരു പുള്ളിയാണ് മ്യൂസിക് ആയിട്ടുള്ളത്. എൻ്റെ മോനെ കിടിലൊരു മ്യൂസിക്കാണ് ചെയ്യിക്കുന്നത്. പാട്ടുകളാണെങ്കിലും അടിപൊളി പാട്ടുകളാണ്. നല്ല നമ്മുടെ മറ്റേ ഫസ്റ്റിലെ പാട്ടൊക്കെ ഇതിനകത്ത് കേൾക്കും, അടിപൊളിയാണ്. അത്ര ആ ഒരു ഫീല് നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ അത് കുറേ ഫൈറ്റ് സമയത്ത് കുറേ സാധനങ്ങൾ, ഒരു പ്രത്യേകതരം BGM പാട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എൻ്റെ മോനെ എന്താ അതിലാണ് കൂടുതൽ നമുക്ക് ആ ഒരു റഷ് വരുന്നത് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അത് കിടിലമായിരുന്നു, അടിപൊളിയായിരുന്നു. അതൊക്കെ എന്തായാലും കിടിലം പടമാണ്. തിയേറ്ററിൽ പോയിരുന്ന് മസ്റ്റ് വാച്ചായിട്ട് കണ്ടിരിക്കേണ്ടതാണ്. എനിക്ക് ഫസ്റ്റിനെക്കാളും എനിക്ക് ഒരുപടി മേലെ എനിക്ക് ഇഷ്ടപ്പെട്ടു സെക്കൻഡ്, സത്യം പറഞ്ഞാൽ. പക്ഷെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. മീൻസ് ക്വാളിറ്റി വൈസ് ആണെങ്കിലും എന്താ പറയുക, ആ ഒരു കോമഡി വൈസ് ആണെങ്കിലും, കോമഡിയൊക്കെ ഫസ്റ്റ് ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ കോമഡി വൈസ് ആണെങ്കിലും പിന്നെ ക്വാളിറ്റി ആണെങ്കിലും കുറച്ച് എന്താ പറയുക ഇമോഷൻസും കാര്യങ്ങളും എല്ലാം ഒരുപടി മേലെ നിൽക്കുന്നൊരു പടം എന്നാണ് വാഴ 2. എനിക്ക് ഫസ്റ്റിനേക്കാളും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു വാഴ 2 എന്ന് വേണം പറയാം. കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ ഫാക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, പറ്റുമെങ്കിൽ എല്ലാവരും പോയി കാണുക. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഓക്കെ, ബൈ.